ഇപ്പോഴും സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല. അത് ഞാനത് നോക്കാറില്ല. ഞാൻ കണ്ടപ്പോൾ എന്തൊരു സുന്ദരനാന്ന് പറഞ്ഞു എൻ്റെ ക്യാമറയുടെ കുട്ടികളോട്. അതായത് ഇങ്ങനെ ഈ ഗ്ലാമർ ഇപ്പോഴും വെച്ച് സൂക്ഷിക്കുന്നുണ്ട് സാർ. ഞാൻ വച്ച് സൂക്ഷിക്കണതല്ല. അല്ല, പക്ഷെ ഉള്ളതാ. അതെ അതെ, ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു അനുഗ്രഹമോ ശാപമോ എന്തോ ഉള്ളതാണ്. അനുഗ്രഹം. അതെ. അപ്പോൾ ഞാൻ ആയ കാലത്തൊന്നും ഞാൻ പറയില്ല, പക്ഷേ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ അതിസുന്ദരനായൊരു ചെറുപ്പക്കാരൻ വളരെയധികം സിനിമകളിൽ എല്ലാത്തിലും ഇങ്ങനെ വെച്ചടി കയറുമ്പോൾ ഒരുപാട് സ്ത്രീകളുടെ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഇവരെയൊക്കെ എങ്ങനെയാണ്, അന്നൊന്നും ഇപ്പോഴത്തെ മാതിരി സെൽഫി സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് എങ്ങനെയൊന്ന് ഫാൻ ഫോളോയിനെ നിയന്ത്രിച്ചിരുന്നത്? ഫാൻസ് മിക്കവാറും എഴുത്തയക്കും, ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതി കൊടുക്കാറുണ്ടോ? ചിലർക്കൊക്കെ ഞാൻ അയക്കാറുണ്ട്. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും വളരെ വ്യത്യസ്തമായി വന്ന ഒരു കത്ത് ഓർമ്മയുണ്ടോ? അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ഓക്കെ. ഞാൻ ഒരു ടീനേജറായിട്ടല്ലല്ലോ അഭിനയിക്കാൻ പോകും. അതെ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അഭിനയിക്കാൻ പോകുമ്പോൾ തന്നെ അരഷഷ്ടിത്തെ പൂർത്തി കഴിഞ്ഞിരുന്നു. 30 വയസ്സിന് വയസ്സല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളുടെ കളി എനിക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാനതെല്ലാം ഒരു വിഷമിപ്പിച്ചിട്ടില്ല, മനസ്സിനെ വിഷമിപ്പിച്ചില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ അവരെല്ലാം പതുക്കെ ഓരോരുത്തരുടെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തിരിച്ചെങ്ങനെ വരണ മെസ്സേജാണോ? ഇല്ല, ട്രിവാൻഡ്രത്ത് വരുമ്പോഴും അല്ലാതെ വരുമ്പോഴും മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് അടിപൊളി പറയുന്ന ടീനേജ്. അതെ.